നമസ്കാരം, ഞാൻ ഡോക്ടർ വിജയഗോപാൽ, വി ആർ ക്യാൻസർ സെൻ്ററിലെ റേഡിയേഷൻ ഓങ്കോളജി ഹെഡാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ എന്നതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ മൂക്ക്, ചെവി, തൊണ്ട, സ്വനപേടകം, നാക്ക്, അതായത് ബ്രെയിനിൻ്റെ താഴെ നിന്ന് ചെസ്റ്റ് തുടങ്ങുന്ന അതുവരെയുള്ള സ്ഥലത്ത് വരുന്ന ക്യാൻസറിനെയാണ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ എന്ന് നമ്മൾ ചുരുക്കി പറയുന്നത്. അതിൽ ടങ് ക്യാൻസർ വരാം, വോയിസ് ബോക്സിലെ ക്യാൻസർ വരാം, നാസോഫാരിഞ്ചൽ ക്യാൻസർ വരാം, അങ്ങനെ നിരവധി ക്യാൻസറുകൾ അതിൽ വരുന്നുണ്ട്. ഇതിൻ്റെ എങ്ങനെയാണ് ഈ ക്യാൻസർ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്? പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു എറ്റിയോളജി, അതായത് ഒരു കാരണം എന്ന് പറയുന്നത് പുകയിലയുടെ ഉപയോഗമാണ്. അത് ഏത് രീതിയിലായാലും, സ്മോക്കിംഗ് ആയാലും പുകയില വായിൽ ചവയ്ക്കുന്നതായാലും, അതാണ് ഇതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാരണം. പുകയിലയുടെ കൂടെ ആൽക്കഹോൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് പുകയിലയുടെ സൈഡ് എഫക്റ്റിനെ ഇരട്ടിയാക്കുന്നതാണ്. ആൽക്കഹോളിന് തന്നെയും അത് ക്യാൻസർ ഉണ്ടാക്കാനുള്ള വായിലെ ക്യാൻസറിന് ഒരു കാരണമാണ്. അടുത്തതായിട്ട് ചില വൈറസുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് HPV, അതും ചില ത്രോട്ട് ക്യാൻസറിന് കാരണമാകുന്നുണ്ട്. പിന്നെ കാണുന്നത് പലപ്പോഴും ഈ ഡെന്റൽ ഇഞ്ചുറി, അതായത് കുറേ നാളായിട്ട് പല്ല് തട്ടിയിട്ട് നാവിലോ വായിലോ ഉണ്ടാകുന്ന ഇഞ്ചുറി കൊണ്ട് ചിലർക്ക് ക്യാൻസർ വരാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സാധാരണ കാണുന്ന ഒരു കാരണങ്ങൾ. എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? വായിലെ ക്യാൻസറിന് മറ്റ് ഏത് ക്യാൻസർ പോലെയും പ്രത്യേകമായിട്ടുള്ള ഒരു ലക്ഷണവുമില്ല. സാധാരണ ഇത് തുടങ്ങുന്നത് ഒരു കൊച്ചു വ്രണമായിട്ടോ വേദനയായിട്ടോ ആണ് ഇത് തുടങ്ങുന്നത്. ഒരു വ്രണം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിന് പോയി അടുത്തുള്ള ഡോക്ടറെ കാണിക്കും, മരുന്ന് വാങ്ങിക്കും. അത് മാറിയില്ലെങ്കിൽ പിന്നെയും അടുത്തുള്ള വേറെ ഡോക്ടറെ മാറി കാണിക്കും. അങ്ങനെ നമ്മളത് തുറന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 2 ആഴ്ചയിൽ കൂടുതൽ നിൽക്കുന്ന ഒരു സിംറ്റം, വ്രണം, മരുന്നുകൊണ്ട് മാറാത്ത വ്രണം ക്യാൻസർ ആകാനുള്ള സാധ്യത വളരെ അധികമാണ്. അതുകൊണ്ട് അത് അത്തരം ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെതായ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ പോയി കണ്ട് ബയോപ്സി മുതലായ ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്. അത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക കാര്യം, മറ്റ് ഏത് ക്യാൻസറിനെ പോലെയും ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിന് ഒരു പ്രത്യേക ലക്ഷണമില്ല. മിക്കവാറും എല്ലാം തുടങ്ങുന്നത് ഒരു കൊച്ചു വ്രണമായിട്ടായിരിക്കും. ചിലത് കഴുത്തിലെ മുഴകളായിട്ടും പ്രത്യക്ഷപ്പെടാം. പക്ഷേ 2 ആഴ്ചയിൽ കൂടുതൽ നിൽക്കുന്ന ഇത്തരം സിംറ്റംസ് നമ്മൾ നെഗ്ലക്ട് ചെയ്യാതെ, അവഗണിക്കാതിരിക്കുക എന്നതാണ് നമ്മളുടെ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം. ഇനി അടുത്തത് ഇതിൻ്റെ ചികിത്സയെ പറ്റി പറയുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ സ്റ്റേജുകളെ പറ്റി പറയണം. ഏത് ക്യാൻസറും ഒരു അവയവത്തിൽ നിന്ന് തുടങ്ങി മറ്റ് അവയവങ്ങളിലേക്ക്, ശരീരഭാഗങ്ങളിലേക്ക് പടരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പടരുന്ന രീതി വെച്ച് നോക്കിയിട്ടാണ് ഓരോ ക്യാൻസറിനെയും നമ്മൾ സ്റ്റേജ് തിരിക്കുന്നത്. 1 തൊട്ട് 4 വരെ സ്റ്റേജുകളാണ് ഉള്ളത്. ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിനും 4 സ്റ്റേജ് തന്നെയാണ് ഉള്ളത്. ഒരു ക്യാൻസർ, ഫോർ എക്സാമ്പിൾ നമ്മൾ നാക്കിലെ ക്യാൻസർ പറയുകയാണെങ്കിൽ, നാക്കിൽ നിന്ന് ഉപയോഗിക്കുന്ന ഒരു ക്യാൻസർ, അത് കൊച്ചു ക്യാൻസർ ആണെങ്കിൽ ഒരു 2 സെൻറ്റിമീറ്ററിൽ താഴെ വലുപ്പമുള്ള ക്യാൻസർ നമ്മൾ 1ാമത്തെ സ്റ്റേജായിട്ടാണ് എടുക്കുന്നത്. നാക്കിൽ നിന്ന് ആ ക്യാൻസർ നമ്മളുടെ കഴുത്തിലെ കാലുകളിലേക്കോ മറ്റ് ശരീരഭാഗങ്ങളിലേക്കോ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ 2ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അത് അപ്പോഴും നാക്കിൽ തന്നെ മാത്രമുള്ള ഒരു സ്റ്റേജാണ്. ഈ 1ാമത്തെയും 2ാമത്തെ സ്റ്റേജ് നമുക്ക് വളരെ ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ആ ഒരു ഉത്ഭവിക്കുന്ന ഒരു അവയവത്തിൽ നിന്നും മറ്റ് നോഡ്സിലേക്കോ മറ്റ് അവയവങ്ങളിലേക്കോ അത് സ്പ്രെഡ് ചെയ്യുമ്പോൾ ക്യാൻസറിൻ്റെ സ്റ്റേജ് കൂടി വരും. ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിലെ 3ാമത്തെ സ്റ്റേജിൽ എപ്പോഴും അത് ഒരു 4 സെൻറ്റിമീറ്ററിലധികം വലുപ്പമുണ്ടാവുകയോ കാലുകളിലേക്ക് പടരുകയോ അത് തൊട്ടടുത്തുള്ള മറ്റ് അവയവങ്ങളിലേക്ക് പടരുകയോ ചെയ്യുമ്പോഴാണ് അത് 3ാമത്തെ സ്റ്റേജായിട്ട് എടുക്കുന്നത്. 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു വിഭാഗവുമുണ്ട്. മറ്റ് ശരീരഭാഗങ്ങളിലേക്ക്, അതായത് ലങ്സ്, ലിവർ, ബ്രെയിൻ, ബോൺസ്, അങ്ങനെ മറ്റു സ്ഥലത്തേക്ക് പടർന്ന ഒരവസ്ഥയിലും അത് 4ാമത്തെ സ്റ്റേജിൻ്റെ C എന്ന സ്റ്റേജാണ്. ഇതിൽ നമ്മൾ ചികിത്സിച്ച് കഴിയുമ്പോൾ 1ാമത്തെ സ്റ്റേജിൽ ചികിത്സിക്കുമ്പോൾ
ഏകദേശം 90% ആളുകൾക്കും നമുക്ക് അസുഖം കംപ്ലീറ്റും നിശേഷം മാറ്റാവുന്നതാണ്. അതുപോലെ സെക്കൻഡ് സ്റ്റേജ് വരുമ്പോൾ ഈ നിശേഷം മാറ്റാവുന്ന അതിൻ്റെ സാധ്യതകൾ 80% കുറയുന്നു. തേർഡ് സ്റ്റേജിൽ അത് 50 തൊട്ട് 70%, നാലാമത്തെ സ്റ്റേജ് ആകുമ്പോൾ അത് 5 തൊട്ട് 25% വരെയായിട്ടും മാറുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിൻ്റെ ചികിത്സാ മാർഗങ്ങൾ? അത് ഏത് അവയവത്തിലാണ് ക്യാൻസർ വരുന്നത് എന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ചികിത്സകൾ കുറച്ച് വ്യത്യാസങ്ങൾ വരാം. പ്രധാനമായിട്ടും സർജറി, റേഡിയേഷൻ, ഇതാണ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ വായിൽ വരുന്ന അതായത് നാക്കിൽ വരുന്നതോ വക്കൽ മ്യൂക്കോസ തൊണ്ണിൽ വരുന്നതോ ആയ ക്യാൻസറുകൾക്ക് സർജറിയാണ് മെയിൻ ചികിത്സ. അതുപോലെ ലിംഫ് നോഡ്സ്, ഗ്ലാൻസ്, സലൈവറി ഗ്ലാൻസ്, തൈറോയ്ഡ് എന്നീ അവയവങ്ങളിൽ വരുന്നതിനും സർജറിയാണ് നമ്മളുടെ പ്രധാന ചികിത്സ. വോയിസ് ബോക്സ്, അതായത് നമ്മുടെ സ്വരപേടകത്തിൽ വരുന്ന ക്യാൻസറിന് നമ്മൾ എപ്പോഴും ആ സ്വരപേടകം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കും. അത്തരം ഏരിയകളിൽ റേഡിയേഷനാണ് നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിനെല്ലാം ഈ ഓരോ സർജറിക്കും ഓരോ റേഡിയേഷനും അതിൻ്റെതായ സൈഡ് എഫക്റ്റുകളും ഉണ്ട്. സ്റ്റേജ് കൂടുന്നതിനനുസരിച്ച് സർജറിയുടെ വ്യാപ്തിയും റേഡിയേഷൻ്റെ വ്യാപ്തിയും അത് വളരെ കൂടുതലായിരിക്കും. അങ്ങനെ കൂടുതൽ ഏരിയയിൽ നമ്മളൊരു ഓപ്പറേഷനോ റേഡിയേഷനോ ചെയ്യേണ്ടി വരുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ വളരെ കൂടുതലായിരിക്കും. എപ്പോഴും നമുക്ക് ഒന്നാമത്തെ സ്റ്റേജിൽ ഈ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ വളരെ ചെറിയ ചികിത്സ കൊണ്ട് അത് കംപ്ലീറ്റ് ശേഷം മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് പലപ്പോഴും ഒരേ രീതിയിലുള്ള സർജറിയോ അല്ലെങ്കിൽ റേഡിയേഷനോ മാത്രമായിട്ടുള്ള ചികിത്സ കൊണ്ട് നമുക്കത് മാറ്റാൻ പറ്റും. മൂന്നാമത്തെ സ്റ്റേജ് തൊട്ട് നമുക്ക് സർജറിയും വേണ്ടി വരും, റേഡിയേഷനും രണ്ടും കൂടെ ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടായേക്കാം. ചില അഡ്വാൻസ് സ്റ്റേജിൽ നമുക്ക് കീമോതെറാപ്പി കൂടെ ചെയ്യേണ്ടി വരും. അത്തരം ഒരു അവസ്ഥയിലേക്ക് എത്താതെ നോക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു പ്രധാന ലക്ഷ്യം. അതിനുവേണ്ടി ആണ് ഈ അവയർനെസ് പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നത്. ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ മറ്റ് ക്യാൻസർ പോലെയല്ല, നമുക്ക് പലപ്പോഴും വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അതിൻ്റേതായിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റുകളും ഉണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ 1-2 ആഴ്ച കൊണ്ട് മാറാതെ നിൽക്കുന്ന വ്രണങ്ങളോ കൊച്ചുമുഴകളോ ഉണ്ടെങ്കിൽ ഒരു സ്ക്രീനിങ് ടെസ്റ്റിന് പോകുക. നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടർക്ക് തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റും. അത്തരം ഒരു സംശയാസ്പദമായിട്ടുള്ള ഒരു ലീഷൻ, വ്രണമോ മുഴയോ ഉണ്ടെങ്കിൽ ബയോപ്സി അടക്കമുള്ള ടെസ്റ്റുകൾ ചെയ്ത് നമ്മൾ സ്ഥിരീകരിക്കേണ്ടതാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് കൊച്ചു മുഴകളും കൊച്ചു വ്രണങ്ങളും നിസ്സാരവൽക്കരിക്കാതിരിക്കുക, കൃത്യമായിട്ടുള്ള ചികിത്സ നേടുക. ഓക്കെ.